Hallelujah. It's blessed to be in the presence of God. How many are excited in the counsel of Lord? Amen, amen, amen. ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ പകൽക്കാലം കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. Last Sunday after the worship had been to the VBS class. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മീറ്റിംഗിന് ശേഷം VBS ക്ലാസ് ഉണ്ടായിരുന്നു. So I was just watching, and the sister Bindu was asking, how can we go to heaven? ഞാൻ അവിടെ കുട്ടികളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സിസ്റ്റർ ബിന്ദു കുഞ്ഞുങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചു, നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകുവാൻ കഴിയും? So one boy whispered, first we must die. അപ്പോൾ അവിടെ ഇരുന്ന ഒരു കുട്ടി ഇങ്ങനെ വളരെ പതുക്കെ പറഞ്ഞു, ആദ്യം നമ്മൾ മരിക്കണം, എന്നാൽ മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ കഴിയൂ. It should be funny, but it's true. അതൊരു തമാശയായി തോന്നാം, എന്നാൽ അത് സത്യമാണ്. We must die to our old self. നമ്മളുടെ പഴയ ജീവിതത്തിൽ നമ്മൾ മരിക്കണം. Ephesians 4th chapter 22 verse. എഫേസ്യ ലേഖനം 4:22 വായിക്കുന്നു, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. Yes, we need to put away all the old man and put on the new man. നമ്മളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം. When first Adam brought death, ആദ്യ ആദാം മരണം കൊണ്ടുവന്നപ്പോൾ, the last Adam Jesus brought life. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ജീവനെ കൊണ്ടുവന്നു. Jesus did not come to fix the old man. നമ്മുടെ പഴയ മനുഷ്യനെ ശരിയാക്കുവാനല്ല യേശു വന്നത്. He came to kill the old man. നമ്മുടെ പഴയ മനുഷ്യനെ മരിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. He wanted to renew and be a new creation in the Christ Jesus Christ. നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. Salvation is only for the people who are inside the body. ശരീരത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് രക്ഷ. There is no salvation once you come out of the body. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. Hebrew 9th chapter 27th verse. എബ്രായലേഖനം 9:27 നമ്മൾ വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. As it's appointed unto man once to die, but after this there's a judgment. I am coming from a mainline church. ഞാനൊരു പാരമ്പര്യ സഭയിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. They teach that you can have salvation after death. അവിടെ പഠിപ്പിക്കുന്നത് മരണശേഷവും നമുക്ക് രക്ഷ പ്രാപിക്കാമെന്നാണ്. And because to prove what they're teaching, they make many saints after the death. അവർ പറയുന്നതിനെ പഠിപ്പിക്കുന്നതിനെ ഉറപ്പിക്കാൻ വേണ്ടി മരണശേഷം പലരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. So many saints are there in the church because they die and they become saints. അവിടെ മരണശേഷമാണ് പലരും വിശുദ്ധരായിട്ട് മാറുന്നത്. If you and I can't have salvation after death, then there was no reason for Jesus to come and die on the cross. നമുക്ക് മരണശേഷവും രക്ഷ പ്രാപിക്കാമായിരുന്നെങ്കിൽ യേശു നമുക്ക് വേണ്ടി മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. Your salvation ends the day you die. നിങ്ങൾ മരിക്കുന്ന ദിവസം, ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസം നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാധ്യതയും ഇല്ലാതാകുന്നു. Saints are the people who are sanctified by the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് വിശുദ്ധർ എന്ന് പറയുന്നത്. Is there any saints in this house of Lord? ഇവിടെ സഭയിൽ ഏതെങ്കിലും വിശുദ്ധന്മാരുണ്ടോ? We are all saints in Christ Jesus Christ. നമ്മൾ ക്രിസ്തുവിൽ എല്ലാവരും വിശുദ്ധരാകുന്നു. Amen, amen. 1 Corinthians 12th chapter 27th verse. 1 കൊരിന്ത്യർ ലേഖനം 12:27. No. Yeah, that we all are the body of Christ and every members are the part of it. നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. That we are all might be, see, they are not all pastors, leaders, teachers and choir. They are not every part of the body of Christ. പാസ്റ്റേഴ്സ് ആണെങ്കിലും ലീഡേഴ്സ് ആണെങ്കിലും ഏത് വിധത്തിലുള്ള ശുശ്രൂഷകളാണെങ്കിലും നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. As in 1 Corinthians 12th chapter 12th verse we read,
1 കൊരിന്ത്യർ ലേഖനം 12:27 വായിക്കുന്നത് പോലെ, ശരീരമൊന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതുമായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. Though we are all different body, നമ്മളെല്ലാവരും പല ശരീരങ്ങളാണെങ്കിലും but we are one. നമ്മൾ ഒന്നാകുന്നു. We must understand that we are all different with different abilities. നമ്മൾക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. നമ്മൾ വ്യത്യസ്തരാണ്. We are different organs with different functions. നമുക്ക് എല്ലാവർക്കും സഭയാകുന്ന ശരീരത്തിൽ പല പ്രവർത്തനങ്ങളാണുള്ളത്. If nose decided to grow like a hand, മൂക്ക് കൈയുടെ കൂട്ട് വളരുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, then it will be like an elephant. പിന്നെ അത് ആനയെ മാതിരി ഇരിക്കും. We have come to complete the body of Christ. നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തെ പൂർത്തീകരിക്കുവാൻ, പൂർണ്ണമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. Every person has got individuality to be part of the body of Christ. ആ ശരീരമാകുന്ന സഭയിൽ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ട്. There is no carbon copy or duplicate in the kingdom of God. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഡ്യൂപ്ലിക്കേറ്റുകളില്ല. All our originals are all unique in the sight of God. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ പ്രത്യേകതയുള്ളവരും വ്യത്യസ്തരുമാണ്. You are very precious in the sight of God. നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ വിലയേറിയവരും മാന്യരുമാണ്. In Luke chapter 15th chapter of Luke, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, Jesus is speaking about 3 parables. അവിടെ 3 ഉപമകളെക്കുറിച്ച് യേശു He's സംസാരിക്കുകയാണ്. speaking about the love of God, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ, Father's love. പിതാവിന്റെ സ്നേഹത്തെ The വെളിപ്പെടുത്തുവാൻ. first parable is speaking about the 10 sheep and one was lost. അതിന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ ഉപമയെക്കുറിച്ച് പറയുന്നു. The second parable is speaking about 10 silver coin and one was lost. 10-1 നഷ്ടപ്പെട്ടു പോയ സിൽവർ നാണയങ്ങളെ കുറിച്ച് പറയുന്നു. And the third parable is speaking about 2 sons and one was lost. രണ്ട് മക്കളും അതിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചും പറയുന്നു. Now what is the percentage of the first parable? Out of 100 sheep, one was lost. There was only 1% was lost. ആദ്യത്തെ ഉപമയിൽ 100-ൽ 1 നഷ്ടപ്പെട്ടത്. അവിടെ 1% മാത്രമാണ് നഷ്ടപ്പെട്ടത്. Out of 10 silver coins, one was lost. It was 10%. നാണയങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിന്റെ അകത്ത് ശതമാനം കൂടുതലായിരുന്നു. Now out of 2 sons, one was lost, so it was 50%. എന്നാൽ മൂന്നാമത്തേതിൽ 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ 50% നഷ്ടം. Now before God, all are same, and He comes in searching of every person. ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരുവനെ തേടി അവൻ വരുന്നു. Now Jesus is speaking to you that that you might be 1% or a 10%, a 50% in this church. ഈ ചർച്ചിലെ നിങ്ങൾ 1% ആണെങ്കിലും 10% ആണെങ്കിലും 50%-ത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ വിലയേറിയവരാണ്. Every person is equal in the sight of God. എല്ലാവരും ദൈവത്തിന്റെ കണ്ണിൽ ഒരുപോലെയാണ്. You might be lost, but God is searching coming out of you. നിങ്ങൾ നഷ്ടപ്പെട്ടവരായിരിക്കും, എന്നാൽ ഈ പകൽ ദൈവം നിങ്ങളെ തേടി വരികയാണ്. When I speak, ഞാൻ സംസാരിക്കുമ്പോൾ the breath comes out. The breath comes. ശ്വാസം വെളിയിലേക്ക് വരുന്നു. When I hold on to the breath, I can't speak. എന്റെ ശ്വാസം ഞാൻ പിടിക്കുമ്പോൾ എനിക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല. The Bible says in 2 Timothy 3rd chapter 16th verse, 2 തിമോത്തിയോസ് 3:16 ഇങ്ങനെ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. God's word is the Bible. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു. When you read the Bible, നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ you will get the breath of God. ദൈവത്തിന്റെ ശ്വാസം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. Because when you speak a word, you get the breath of yourself. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം പുറത്തേക്ക് വരുന്നത് പോലെ, Bible says when you read the Bible, നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ you will get the breath of God. It says every word is a breath of God. എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസ്യമാകിയാൽ നിങ്ങൾ വചനം വായിക്കുമ്പോൾ, തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശ്വാസം ലഭിക്കുന്നു. Every word can bring life in the dead life.
ദൈവത്തിന്റെ എല്ലാ വചനവും മരിച്ചതിലേക്ക് ജീവനെ കൊണ്ടുവരുവാൻ കഴിയുന്നതാണ്. It can Praise God. transform the people. അതിന് ജീവിതങ്ങളെ വ്യത്യസ്തപ്പെടുത്തുവാൻ രൂപാന്തരീകരണം കൊണ്ടുപോകാൻ കഴിയും. They can repent and come to the Christ because it brings life in the dead body. പാപമാർഗത്തിൽ നിന്ന് ജീവനിലേക്ക് രക്ഷയിലേക്ക് വരുവാൻ കഴിയും. കാരണം ഈ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന വചനമാണ്. In Matthew 13th chapter we read the 13th chapter 1 to 3 when we read, it's speaking about the parable of the sower. മത്തായി സുവിശേഷം 13:1 മുതൽ 23 വരെ വായിക്കുമ്പോൾ അവിടെ വിതയ്ക്കുന്നവന്റെ ഉപമ നമുക്ക് കാണുവാൻ കഴിയും. There God is speaking about 4 kind of soil. അവിടെ 4 തരത്തിലുള്ള മണ്ണുകളെ കുറിച്ച് പറയുന്നു. Yeah, Jesus is speaking about 3 failure before he could speak about the good soil. Failure. He's speaking about wrong soil before he's speaking about the good soil. യേശു ആദ്യം നല്ല മണ്ണിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചീത്ത മണ്ണിനെ കുറിച്ച് പറയുന്നു. നല്ല നിലത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ചീത്ത നിലത്തെ കുറിച്ച് പറയുന്നു. Even though God knows that the soil is bad, but still is throwing the good seed into that. ആ മണ്ണ് നല്ലതല്ലെന്ന് അറിഞ്ഞിട്ടും അവിടേക്ക് വചനത്തെ വിതയ്ക്കാരൻ തയ്യാറാകുന്നു. When you are in the body of Christ, still God gives opportunity for everyone. Yes, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം അവസരങ്ങളെ തരികയാണ്. Everyone is equal in the sight of God. കാരണം ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ്. I was a very bad soil. ഞാനൊരു നല്ല മണ്ണായിരുന്നില്ല. Many years back, but it was grace of God. He threw a good seed on me. എന്നാൽ നല്ല മണ്ണല്ലാതിരുന്നിട്ടും അവൻ നല്ലൊരു വിത്തിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇട്ടു. I was reluctant to the voice of God. ഞാൻ ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുന്നവനായിരുന്നില്ല. I became good soil after 16 years. 16 വർഷത്തിന് ശേഷമാണ് ഞാൻ നല്ല മണ്ണായി രൂപാന്തരപ്പെട്ടത്. I was thankful to God. One seed sprouted up in my life. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം ആ വീണ വിത്ത് നല്ലതായി എൻ്റെ ജീവിതത്തിൽ മുളച്ചു വന്നു. When you sow the seed, don't look at what soil it is. You throw the good seed, it will sprout up at the right time. നിങ്ങൾ വചനം വിതയ്ക്കുമ്പോൾ മണ്ണ് നോക്കാതെ വിതച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നല്ല വിത്തായതുകൊണ്ട് കിളിച്ചു വരും. When you are in the body of Christ, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലായിരിക്കുമ്പോൾ we all have the opportunity to receive the God's presence. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുവാൻ അവസരങ്ങളുണ്ട്. God wants you all to come in unity. നിങ്ങൾ എല്ലാവരും ഐക്യതയിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Not in uniformity. ഒരേ യൂണിഫോം ഇട്ട് വരുന്നതിനെ കുറിച്ചല്ല, ഐക്യതയെ കുറിച്ചാണ് പറയുന്നത്. I am not against the uniform. ഞാൻ യൂണിഫോമിനെതിരല്ല. But God is looking into unity. ദൈവം ഐക്യതയാണ് ശ്രദ്ധിക്കുന്നത്. In Acts chapter 2 first verse, അപ്പോസ്തല പ്രവൃത്തി 2:1 വായിക്കുന്നു. when they were one accord. പെന്തക്കോസ്ത് വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. They were one united in spirit. അവർ ആത്മാവിൽ ഐക്യതയോടെ ഒരുമിച്ച് കൂടി. That time the Holy Spirit came upon them like. ആ ഐക്യതയോടെ അവർ ഒരുമിച്ചിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. The Matthew 5th chapter 24th verse we read. മത്തായിയുടെ സുവിശേഷം 5:26 വായിക്കുന്നു. സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. So before we could sacrifice, God is asking us to come be united. നമ്മൾ യാഗം അർപ്പിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാഗം അർപ്പിക്കുന്ന മുമ്പ് നിരപ്പ് പ്രാപിക്കുവാൻ ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. Because devil comes to destroy our unity, not uniformity. പിശാച് വരുന്നത് നമ്മുടെ ഐക്യതയെ തകർക്കുവാൻ വേണ്ടിയാണ്. We need to fight the devil with unity, not with uniformity. നമ്മൾ പിശാചിനെ ഐക്യതയോടെയാണ് നേരിടേണ്ടത്. Many say devil is the enemy of God. പലരും പറയുന്നു പിശാച് ദൈവത്തിന്റെ ശത്രുവാണെന്ന്. Devil is no match with God. ദൈവവുമായിട്ട് ഒരിക്കലും നമുക്ക് പിശാചിനെ തുല്യം ചെയ്യുവാൻ കഴിയത്തില്ല. Devil is only a created being, angel. പിശാച് എന്ന് പറയുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൂതനാണ്, വീണുപോയ ദൂതനാണ്. How can a created being challenge our God? എങ്ങനെയാണ് ഒരു സൃഷ്ടിക്ക് സൃഷ്ടിതാവിനെ ചലഞ്ച് ചെയ്യുവാൻ കഴിയുന്നത്? That's why God sends an angel to fight the devil. അതുകൊണ്ടാണ് ദൈവം പിശാചിനോട് എതിർക്കുവാൻ ഒരു ദൂതനെ പറഞ്ഞയക്കുന്നത്. Let's not compare God with the devil.
ഒരിക്കലും ദൈവത്തെയും പിശാചും തമ്മിൽ താരതമ്യം ചെയ്യരുത്. It is disgrace to our God. അത് നമ്മുടെ ദൈവത്തിനൊരു മാന്യതക്കുറവാണ്, മഹത്വം കുറയ്ക്കുന്നത് There പോലെയാണ്. is no enemy in the sight of God. ദൈവത്തിന്റെ കണ്ണിൽ ദൃഷ്ടിയിൽ ശത്രുക്കളില്ല. In Matthew 25th chapter 41 verse, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വാക്യം. Jesus says, okay, read. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. Jesus says he has prepared a hell for the devil and his companion. യേശു പറയുന്നു പിശാചിനും അവന്റെ കൂട്ടാളികൾക്കും വേണ്ടി ഒരു നരകം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. Hell was not prepared for man, മനുഷ്യന് വേണ്ടി അല്ല നരകത്തെ സൃഷ്ടിച്ചത്. but man is going to hell by his own choice. മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് തന്റെ ചോയ്സ് കൊണ്ടാണ്, താൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. How many of you know that how did an archangel Lucifer become a Satan? എങ്ങനെയാണ് ഒരു പ്രധാന ദൂതൻ സാത്താനായി മാറുന്നത്? Let us read Isaiah 14th chapter 13th verse. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. അർണോന്റെ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്കും മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. He only spoke in his heart. അവിടെ നമ്മൾ കാണുന്നു പിശാച് സാത്താൻ തന്റെ ഹൃദയത്തിലാണ് ഇത് സംസാരിക്കുന്നത്. He did not do anything what he said in his heart. ഹൃദയത്തിൽ സംസാരിച്ചതൊന്നും അവൻ പ്രവർത്തിച്ചില്ല. He only thought of going and building and throne over the hand of Jesus. ഞാൻ സ്വർഗത്തിലേക്ക് കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ സ്ഥാപിക്കുമെന്ന് അവൻ തന്റെ ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. And God judged his thought. അവന്റെ ചിന്തകളെ ദൈവം ന്യായം വിധിച്ചു. Matthew 5th chapter 28th verse we read. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. When you see a girl with lustful thoughts, you have already committed adultery. ജഡമോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹൃദയത്തിൽ പാപം ചെയ്തു കഴിഞ്ഞു. It is not necessary to do an action, but when you think something in your heart, but you're not done it, that God sees it, you have done it reality. നിങ്ങൾ ഒരുപക്ഷെ പ്രവൃത്തി കൊണ്ടൊന്നും ചെയ്ത് കാണത്തില്ല, എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് പ്രവൃത്തിയായി ദൈവം കണക്കാക്കുന്നു. 2 Corinthians 10th chapter 5th verse. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10-5 വായിക്കുന്നു, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേണ്ടും പ്രതികാരം ചെയ്യുവാൻ ഒതുങ്ങിയിരിക്കുന്നു. Casting down every imagination, every high thing that exalted itself against the knowledge of God, and bringing into captive every thought to the obedience of Christ. It is not that you did, but you have imagined what to do. നിങ്ങൾ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമല്ല, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ, സങ്കല്പിക്കുമ്പോൾ തന്നെ അത് പാപമായിട്ട് മാറുന്നു. Other day Pastor Abraham was sharing last week, 2 weeks back. 2 ആഴ്ചയ്ക്ക് മുമ്പ് പാസ്റ്റർ എബ്രഹാം വചനം ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, how can my hand hit someone's without my knowledge? നമ്മളുടെ കൈ നമ്മളുടെ അറിവില്ലാതെ എങ്ങനെ മറ്റൊരാളിനെ തട്ടുവാൻ കഴിയും? But actually the instruction was given by heart. ശരിക്കും നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ് ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. In Matthew 5th chapter 21 verse, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്നു, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. says that if you're angry with your brother, he is guilty of the murder. നിങ്ങൾ സഹോദരന്മാരോട് കോപിക്കുമ്പോൾ തന്നെ അത് കൊലപാതകം ചെയ്യുന്നത് പോലെയാണ്. The Bible says the root cause of this action is in the heart. എല്ലാ പാപത്തിന്റെയും റൂട്ട് കോസ്, അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. Whatever you think today, whatever you going through imagination, wrong imagination, God sees the fruit of what you imagined. നിങ്ങൾ ഇന്ന് ഹൃദയത്തിൽ എന്തൊക്കെ ചിന്തിക്കുന്നോ അതെല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
It is the root cause which is going to lead you to sinful nature. ആ സങ്കല്പങ്ങളാണ് നിങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. Jesus died for that also on the Calvary. അതിനു വേണ്ടി കൂടെയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. Once in a village there was a young advocate. ഒരു വില്ലേജിൽ ഒരിക്കലൊരു യൗവനക്കാരനായ വക്കീൽ ഉണ്ടായിരുന്നു. He had a maid servant who had a son. അദ്ദേഹത്തിന് ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. ആ സെർവന്റിന് ഒരു മകൻ ഉണ്ടായിരുന്നു. From very young age he was involved in a small theft. ആ ചെറിയ മകൻ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മോഷണങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. Whenever he was caught, and the advocate will deliver him. അവൻ എപ്പോഴൊക്കെ പിടിക്കപ്പെടുന്നു അപ്പോഴെല്ലാം ഈ വക്കീൽ ചെന്ന് അവനെ വിടുവിച്ചു കൊണ്ടുവരും. As the days went on by, ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ this boy kept on doing bigger crimes. അവൻ വലിയ വലിയ തെറ്റുകൾ മോഷണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. But still the advocate always delivered him from the criminal activities. ഓരോ പ്രാവശ്യവും വക്കീൽ അവനെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. As the boy became very big, he committed a bigger crime. He murdered by mistake. അവൻ എന്നാൽ വലുതായി കഴിഞ്ഞപ്പോൾ അവൻ അറിയാതെ ഒരു കൊലപാതകം നടത്തി. But all of the people around the police station, police people all thought that the advocate will come and deliver this boy. എല്ലാവരും വിചാരിച്ചു, പോലീസുകാർ വിചാരിച്ചു ഈ വക്കീൽ വന്ന് ഈ യൗവനക്കാരനെ രക്ഷിക്കുമെന്ന്. But this advocate has become a judge by this time. ആ സമയത്തേക്ക് ഈ വക്കീൽ ഒരു ന്യായാധിപതി, ഒരു ജഡ്ജായി മാറിയിരുന്നു. He is no more an advocate. He only could pass the judgment on him. അദ്ദേഹം ആ സമയത്ത് രക്ഷിക്കുന്ന വക്കീലല്ലായിരുന്നു, അവന്റെ മേൽ നിയമം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുന്ന ഒരു ജഡ്ജായി ആ സമയത്തേക്ക് മാറിയിരുന്നു. And this boy was imprisoned to the jail. ആ യൗവനക്കാരനെ ജയിലിൽ അടച്ചു കളഞ്ഞു. Every crime you commit in your heart or in action, നിങ്ങൾ ഹൃദയത്തിൽ ചെയ്യുന്ന എല്ലാ പാപങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളിലൂടെ ചെയ്യുന്ന പാപങ്ങൾ, in Revelation 12th chapter 10th verse, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. Here we find an accuser who accuses day and night before the Lord. ഇവിടെ രാപ്പകൽ ദൈവമക്കളെ കുറ്റം വിധിക്കുന്ന ഒരു അപവാദിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. We can find the accuser is none other than the devil himself. അത് പിശാച് തന്നെയാണ് ആ അക്യൂസർ, ആ കുറ്റം വിധിക്കുന്ന ആൾ. For all the wrong you have done, maybe you have done it in the secret or in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ചെയ്തതാണ്, ചിന്തിച്ചതാണെങ്കിലും നിങ്ങൾ രഹസ്യത്തിൽ ചെയ്തതാണെങ്കിലും, every time, every wrong, every sinful nature, everything what you do, the devil will accuse you in the front of God. നിങ്ങൾ ചെയ്തത് രഹസ്യമായിട്ടാണെങ്കിലും ഹൃദയത്തിൽ ചിന്തിച്ചതാണെങ്കിലും ആ ഓരോ കാര്യങ്ങളും വെച്ച് പിശാച് നിങ്ങളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. But when you confess your sin unto the Lord Jesus Christ, എന്നാൽ നിങ്ങൾ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, and you have Jesus as an advocate before the Lord and fighting for you, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ദൈവസന്നിധിയിലുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. 1 John 2:1 we read, 1 യോഹന്നാൻ 2:9 വായിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. Yes, he is always there as an advocate, challenging the devil's accusation before the Lord. നിങ്ങളെ പിശാച് കുറ്റം വിധിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കുവാൻ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് പിതാവിന്റെ സന്നിധിയിലുണ്ട്. In Revelation 20th chapter 11th verse, Revelation 20th 11th verse, വെളിപ്പാട് പുസ്തകം 20:11, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. Here we read 11th verse. Yeah, 12th verse you read, maybe it is. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒരുത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. Yes.
When you read, we find that Jesus, who's an advocate, now he has become a judge. ഇവിടെ വായിക്കുന്നു, നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന അഡ്വക്കേറ്റായ യേശു ഇപ്പോൾ ന്യായാധിപതിയായി മാറുന്നത് ഇവിടെ കാണുവാൻ കഴിയും. If you keep doing sin day after day, നിങ്ങൾ ഓരോ ദിവസവും പാപത്തിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ, and when you die in your sin, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കുമ്പോൾ, when you rise up, Jesus is not going to be an advocate, he is going to be a judge. നിങ്ങൾ പാപത്തിൽ മരിച്ച് നിങ്ങൾ പാപത്തിൽ എഴുന്നേൽക്കുമ്പോൾ യേശു നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ അഡ്വക്കേറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്, അവൻ നീതിയുള്ള ന്യായാധിപതിയായി നിൽക്കും. You and I don't know when we are going to die. നമ്മൾ എപ്പോൾ മരിക്കാൻ പോകുന്നുവെന്ന് നമുക്ക് അറിയുന്നില്ല. So let's repent and confess all our sins and put the devil into shame. നമ്മുടെ മരണസമയം നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധീകരണത്തിൽ ജീവിക്കുവാൻ തയ്യാറാകണം. When you read John chapter 18th verse 10th verse, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യം, ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേർ. yeah, Peter having the sword cut off Malchus, your servant of high priest. മൽക്കോസ് എന്ന് പറയുന്ന ആ ദാസന്റെ ചെവി മുറിക്കുന്നതായിട്ട് നമുക്ക് പത്രോസ് മുറിക്കുന്നതായിട്ട് കാണുവാൻ കഴിയാം. For the crime Peter committed, he would have been sentenced to jail by the council. അവൻ ചെയ്ത ആ തെറ്റു നിമിത്തം, ആ ചെവി മുറിച്ച നിമിത്തം അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. But what did Jesus do that time? എന്നാൽ യേശു അപ്പോൾ എന്താണ് ചെയ്തത്? Jesus took the ear which was cut off and put it on that Malchus servant. പത്രോസ് മുറിച്ചു കളഞ്ഞ ആ ചെവി എടുത്തിട്ട് യേശു തിരികെ വെച്ച് സൗഖ്യമാക്കുന്നതായി നമുക്ക് കാണുവാൻ And കഴിയും. he erased the evidence. യേശു ആ തെളിവിനെ നശിപ്പിക്കുകയാണ്. When you confess Jesus is the Lord, നിങ്ങൾ യേശു കർത്താവെന്ന് ഏറ്റുപറയുമ്പോൾ, he is going to erase all the evidence against you. നിങ്ങൾക്കെതിരായിട്ടുള്ള പാപത്തിന്റെ എല്ലാ തെളിവുകളെയും യേശു നശിപ്പിക്കുകയാണ്. Devil cannot accuse you because there's no evidence for him to accuse you. കാരണം പിന്നീട് പിശാചിന് നിങ്ങളെ കുറ്റം വിധിക്കുവാൻ കഴിയത്തില്ല. കാരണം പിന്നീട് നിങ്ങളുടെ പാപത്തിന്റെ ഒരു തെളിവുകളും ശേഷിക്കുന്നില്ല. He removed all your evidence by the blood of Jesus on the cross. യേശു കാൽവറിയിൽ തന്റെ രക്തത്താൽ ആ പാപത്തിന്റെ തെളിവുകളെ മുഴുവനും ഇല്ലാതാക്കുന്നു. Every sin, what is small or big, we have to confess it. Otherwise, you will stand before the throne of Jesus Christ as a judge, and the accuser will tell, and you will end up in the hell. We need to confess before we could die. നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും നീതീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ പോകുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. Hallelujah. 2 King 22 chapter, first verse. 2 രാജാക്കന്മാർ 22-ന്റെ 1-ാം വാക്യം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യദീദ എന്നു പേർ. അവൾ ബൊസ്കത്തുകാരനായ അദായാവിന്റെ മകളായിരുന്നു. Joshua was 8 years old when he became the king of Judah. യോശിയാവ് തന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ അവൻ 8 വയസ്സ് മാത്രമായിരുന്നു പ്രായം. And he did what was right in the sight of God. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയായുള്ളത് പ്രവർത്തിച്ചു. It is easy to walk right in the sight of man before your parents, your friends, pastors. മനുഷ്യരുടെ മുൻപിൽ നീതിയായി നടക്കുന്നത് എളുപ്പമാണ്. We can fool everybody, but you cannot fool God. നമുക്ക് എല്ലാവരെയും വിഡ്ഢികളാക്കുവാൻ കഴിയും, കബളിപ്പിക്കുവാൻ കഴിയും, എന്നാൽ നമുക്ക് ദൈവത്തെ കബളിപ്പിക്കുവാൻ കഴിയത്തില്ല. Joshua's father was Ammon. യോശിയാവിന്റെ പിതാവ് ആമോനായിരുന്നു. His grandfather's name was Manasseh. അവന്റെ മുത്തച്ഛന്റെ പേര് മനാശെ എന്നായിരുന്നു. They all did evil in the sight of God. അവരെല്ലാവരും തന്റെ പിതാക്കന്മാരെല്ലാവരും ദൈവസന്നിധിയിൽ അനീതിയായത് പ്രവർത്തിച്ചു. But Joshua chose to not to follow the father's way. എന്നാൽ യോശിയാവ് തന്റെ പിതാക്കന്മാരുടെ വഴിയെ തിരഞ്ഞെടുത്തില്ല. He was very young. അവൻ വളരെ ചെറുപ്പമായിരുന്നു. But so the age is not a criteria to be used by God. ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ വയസ്സൊരു തടസ്സമല്ല, പ്രായം തടസ്സമല്ല. In 2 King 24th chapter, 2 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൽ he restored the true worship to Judah. 23-ാം അധ്യായത്തിൽ അവൻ യഥാർത്ഥമായ ആരാധനയെ, സത്യ ആരാധനയെ പുനഃസ്ഥാപിക്കുന്നത് കാണുവാൻ കഴിയും. When he read the word of God, ദൈവത്തിന്റെ ശബ്ദം,
ദൈവത്തിന്റെ പുസ്തകം കിട്ടി, you read the word of God. നമ്മൾ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ Then he restored the worship, the true worship which was lost. നഷ്ടപ്പെട്ടു പോയ ആരാധനയെ അവൻ മടക്കി സ്ഥാപിക്കുന്നത് നമുക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയും. We are here, all the first generation Christians, right? നമ്മൾ എല്ലാവരും ഒരുപക്ഷെ ആദ്യ തലമുറയിലെ വിശ്വാസികളായിരിക്കും. Our father would have been not being walking in the sight of God. നമ്മുടെ പിതാക്കന്മാർ ഒരുപക്ഷെ ദൈവസന്നിധിയിൽ നീതിയായി നടന്നവരായിരിക്കത്തില്ല. But we choose to sight in the light of God. എന്നാൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുവാൻ തീരുമാനിച്ചു. In book of Joel, 2nd chapter, 13th verse. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. Render your heart, not your garment. Return to the Lord your God. നിങ്ങളുടെ വസ്ത്രങ്ങളല്ല ഹൃദയം തന്നെ കീറി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിയണമെന്ന് വചനം പറയുന്നു. In Matthew 9th chapter 17th verse we read. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, മത്തായി 9:17, പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല, പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലോ പകർന്നു വയ്ക്കുകയുള്ളൂ, അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. We need to pour new wine into new wine skin. നമ്മൾ പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലേക്കാണ് ഒഴിക്കേണ്ടത്. We need to have guts to follow Christ. നമുക്ക് ക്രിസ്തുവിനെ പിന്തുടരുവാനുള്ള ബലം ഉണ്ടായിരിക്കണം. When we are coming from the different faith and saying no to sin, നമ്മൾ പഴയ പല മാർഗങ്ങളിൽ നിന്ന് വന്നിട്ട് പാപത്തെ വേണ്ട എന്ന് പറയുമ്പോൾ, when it's a great challenge to leave our father's faith and follow a new faith in Christ Jesus. നമ്മുടെ പിതാക്കന്മാർ പിന്തുടരുന്ന വിശ്വാസത്തെ വിട്ടിട്ട് പുതിയ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചലഞ്ചസ് ഉണ്ടാകും. So we need to have guts to follow Jesus Christ. നമുക്ക് യേശു ക്രിസ്തുവിനെ പിന്തുടരുവാൻ ഒരു ബലം, മനോബലം ആവശ്യമാണ്. ചങ്കൂറ്റ വേണം. Yes. Okay, it's not, well, you need to have guts to follow Christ. Yes. Yeah. In Psalm 42, 49, 84, 85. സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായം chapter 49, chapter 49, 42, 84, 85, 87. സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായം, 49-ാം അധ്യായം, 84-ാം അധ്യായം, 85-ാം അധ്യായം ഇതെല്ലാം വായിക്കുമ്പോൾ, this was not written by David. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളല്ല, but it was written by sons of Korah. കോരഹ് പുത്രന്മാർ എഴുതിയ സങ്കീർത്തനങ്ങളാണ്. But I want to explain to you who are the sons of Korah. കോരഹ് പുത്രന്മാർ ആരെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Their father and some of them rebelled against Moses. അവരിൽ ചിലർ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. They rebelled against God. They rebelled against Moses. They rebelled against Moses when they were leading them in the wilderness. അവർ മരുഭൂമിയിൽ അവരെ നടത്തിയപ്പോൾ അവർ പിറുപിറുക്കാൻ തുടങ്ങി. They ganged up against Moses and they questioned his authority. അവർ മോശയ്ക്കെതിരെ സംഘം ചേർന്ന് മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്തു. And his leadership, and rebelled against him, and God got mad at them, all the Koranites. അവർ മോശയ്ക്കെതിരെ സംഘം ചെയ്ത് മോശയ്ക്കെതിരെ അധികാരത്തെ ചോദ്യം ചെയ്ത് പിറുപിറുത്തപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുന്നത് കാണുവാൻ കഴിയും. And God said to Moses, who is on the Lord's side? They come unto Moses. ആരാണ് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവർ, ആരാണ് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ, അവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. And who rebelled with Korah, they remained in one side. ദൈവത്തിന്റെ പക്ഷത്തുള്ളവർ മാറി നിന്നു, പിറുപിറുത്തവർ മാറി നിന്നു. In Numbers 16th chapter 32 verse, സംഖ്യാപുസ്തകം 16-ാം അധ്യായം 32-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. Amen. Every people, every person, generation of Korah, they rebelled against God, rebelled against Moses. They were one side, and who were with God, they were on the Moses side.
ദൈവത്തിനെതിരെ പിറുപിറുത്തവർ ഒരു സൈഡിൽ നിന്നു, ദൈവത്തോട് കൂടെയുള്ളവർ മറു സൈഡിൽ നിന്നു. And the Bible says the earth opened up the mouth and swallowed them alive. ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുന്നു. But in Numbers 26 chapter 11th verse, സംഖ്യാപുസ്തകം 26 അധ്യായം 11 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും 11. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. 26 chapter 11th verse, nevertheless the children of Korah did not die. കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ These കഴിയുന്നു. sons choose not to be on the father's side. കോരഹ് ദൈവത്തോട് പിറുപിറുത്തെങ്കിലും കോരഹിന്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ Not തീരുമാനിച്ചു. standing against the Moses, അവർ മോശയ്ക്ക് വിരോധമായി നിൽക്കാതെ മോശയുടെ കൂടെ നിന്നു. against the ways of the Lord. ദൈവത്തിന്റെ വഴികൾക്ക് വിരുദ്ധമായി നിന്നില്ല. They were not with the father on the wrong side, അവർ തന്റെ പിതാക്കന്മാരെ പോലെ ദൈവത്തോട് പിറുപിറുത്ത് മാറി നിന്നില്ല. but they were with Moses on the God's side. അവർ ദൈവത്തോട് കൂടെയും മോശയോട് കൂടെയും നിന്നു. Even though his father was against the principle, against the Moses, എന്നാൽ അവരുടെ പിതാവ് മോശയ്ക്കും ദൈവത്തിനും എതിരായിരുന്നിട്ടും, but his children told, no, I'm not going to follow what father did. They choose to be what God chose to be in their lives. കോരഹപുത്രന്മാർ തീരുമാനിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഞങ്ങൾ ആയിരിക്കുകയില്ല, ദൈവത്തോടു കൂടെ മോശയോട് കൂടെ നിൽക്കുവാൻ കോരഹപുത്രന്മാർ തീരുമാനിക്കുന്നു. And later we could read in Exodus 6 chapter 24th verse. പുറപ്പാട് പുസ്തകം 6 അധ്യായം 24 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ് ഇവ കോരഹ കുലങ്ങൾ. Where we can find Elkanah, the father of prophet Samuel. ഇവിടെ നമുക്ക് ശമൂവേൽ പ്രവാചകന്റെ പിതാവ് എൽക്കാനെ കാണുവാൻ കഴിയുന്നു. Because the sons of Korah, they stood for God and God honored the generation. അവിടെ കോരഹപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ തലമുറയെ ദൈവം മാനിക്കുന്നത് ഇവിടെ കാണുവാൻ The sons കഴിയുന്നു. of Korah changed their destiny. കോരഹപുത്രന്മാർ തങ്ങളുടെ വിധിയെ മാറ്റുവാൻ തീരുമാനിച്ചു. You and I have not, you and I here are not to carry the legacy of the earthly father. നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം വഹിച്ചുകൊണ്ട് നടക്കുവാനല്ല, but our heavenly father. നമ്മുടെ സ്വർഗീയ പിതാവിന്റെ വഴിയെ നടക്കുവാനാണ് ദൈവം You നമ്മളെ and I വിളിച്ചിരിക്കുന്നത്. are not having the privilege where to be born. നമ്മൾക്ക് ആർക്കും എവിടെ ജനിക്കുമെന്ന് തീരുമാനിക്കുവാൻ കഴിയത്തില്ല. We don't have any choice where to be born. നമ്മൾ ആരും എവിടെ ജനിക്കുന്നുവെന്ന് തീരുമാനിക്കുവാൻ കഴിയത്തില്ല. But we have choice where we go, whom we follow. നമുക്ക് ആരെ പിന്തുടരണമെന്നും എവിടേക്ക് പോകുന്നുവെന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും. Once a man went with his son 5 years old to the park in America. അമേരിക്കയിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ 5 വയസ്സുള്ള മകനുമായി ഒരു പാർക്കിലേക്ക് പോയി. That time a kidnappers came and kidnapped his son. ആ സമയത്ത് ചിലർ വന്നിട്ട് ആ മകനെ കിഡ്നാപ്പ് ചെയ്യുവാൻ തുടങ്ങി. When they were checking the CCTV, അവർ CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ they saw his father was there watching what the kidnapper was doing. CCTV ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി തന്റെ മകനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പിതാവ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He had no effort. He never took any effort to rescue his son. തന്റെ മകനെ രക്ഷിക്കുവാൻ ഒരു പ്രയത്നവും ആ പിതാവ് ചെയ്തില്ല. And the police imprisoned him. അത് കാരണം പോലീസ് ആ പിതാവിനെ ജയിലിൽ അടച്ചു. We need to use the authority what God has given us. നമുക്ക് ദൈവം തന്ന അധികാരങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. We cannot be ignorant. നമ്മൾ അതിനെ ദൈവം തന്ന അധികാരങ്ങളെ മറന്നിട്ട് നിൽക്കുവാൻ പാടില്ല. The Bible says in Exodus 14th chapter 15th verse. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക. Here God is telling to Moses, why are you crying to me? ഇവിടെ ദൈവം മോശയോട് പറയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? Lift up your staff and stretch out your hand over the sea and it will split before you.
നിന്റെ അധികാരത്തെ ഉപയോഗിച്ച് നീ വടിയെടുത്ത് കടലിന്മേലെ നീട്ടിക്കഴിഞ്ഞാൽ അത് You രണ്ടായിട്ട് and മാറും. have authority given by God. നിങ്ങൾക്ക് ദൈവം നൽകിയ ഒരു അധികാരമുണ്ട്. And tomorrow anything happens to you, God is asking you, why don't you use your authority? നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയ അധികാരത്തെ നിങ്ങൾ ഉപയോഗിച്ചില്ല? When I have an access card into my apartment, എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിക്കുവാൻ എന്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടെങ്കിൽ that card is in my pocket, അതെന്റെ പോക്കറ്റിലാണുള്ളത്. and I cry unto God, God, open this door. ഞാൻ ആ കാർഡ് പോക്കറ്റിൽ വെച്ചിട്ട് ദൈവത്തോട് ഈ ഡോർ തുറക്കണമെന്ന് നിലവിളിച്ചാൽ God will not answer to your prayer. ദൈവം ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കത്തില്ല. Because authority is in your hand. കാരണം നിങ്ങളുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലാണ് കാർഡ് ഇരിക്കുന്നത്. We need to use it. നമ്മൾ അത് ഉപയോഗിക്കാൻ തയ്യാറാകണം. We need to fight the enemy according to the word of God. നമ്മൾ ദൈവത്തിന്റെ വചനങ്ങളെ വെച്ചിട്ട് പിശാചിനെ എതിർക്കുവാൻ തയ്യാറാകണം. Not with our own strength, with our ability, with our thoughts. നമ്മളുടെ ചിന്തകളോ നമ്മളുടെ ശക്തിയോ ഉപയോഗിച്ചിട്ടല്ല, ദൈവത്തിന്റെ വചനത്തെ വെച്ചിട്ട് നമ്മൾ യുദ്ധം ചെയ്യണം. But according to the principle of the word of God. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയെ നമ്മൾ നോക്കുമ്പോൾ, When David wanted to fight the battle with Goliath, ഗോലിയാത്തുമായിട്ടൊരു യുദ്ധത്തിന് ദാവീദ് തയ്യാറാകുമ്പോൾ, he now took the sword of the King Saul. ദാവീദ് ശൗൽ രാജാവിന്റെ ആയുധങ്ങളെ അല്ല ഉപയോഗിച്ചത്. Because King Saul's sword was too heavy for him. ദാവീദിന് എടുക്കുവാൻ കഴിയുന്നതിലും അധികം ഈ ആയുധങ്ങൾ ഭാരമേറിയതായിരുന്നു. And he was fighting for God. ദൈവത്തിനു വേണ്ടിയാണ് ദാവീദ് യുദ്ധം ചെയ്തത്. When you read Leviticus 24th chapter 16th verse, ലേവ്യ പുസ്തകം 24-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, സഭയൊക്കെയും അവനെ കല്ലെറിയണം, പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. David knows what is written in the Moses law. മോശയുടെ നിയമത്തിൽ എഴുതിയിരുന്നത് എന്താണെന്ന് ദാവീദിന് അറിയാമായിരുന്നു. കാരണം വചനത്തിൽ പറയുന്ന യഹോവയുടെ നാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. He should not be killed by sword, by stone. കാരണം അവിടെ യഹോവയുടെ നാമത്തെ ദുഷിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് വാളെടുക്കാതെ അവൻ കല്ലെടുത്ത് യുദ്ധം ചെയ്യുവാൻ തയ്യാറായത്. He fought the devil with the word of God. ദാവീദ് ശത്രുവിനെതിരെ പോരാടിയത് ദൈവത്തിന്റെ വചനത്തെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ്. Don't fight the devil with your mind, with the intelligence. നിങ്ങളുടെ ചിന്തകൾ കൊണ്ടും മനസ്സുകൊണ്ടും പിശാചിനോട് യുദ്ധം ചെയ്യരുത്. People think, what this is nut is taking a stone to kill this Goliath. ആളുകൾ ചിന്തിച്ചു കാണും, ഇവൻ ഈ കല്ലെടുത്തിട്ട് എങ്ങനെയാണ് ഈ ഗോലിയാത്തിനെ ആക്രമിക്കാൻ പോകുന്നത്. But they never knew there's a scripture written in the Bible. അവർക്കറിയത്തില്ലായിരുന്നു ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. We should not be ignorant that we don't know the word of God. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ മറന്നു കളയരുത്. നമ്മൾ ദൈവത്തിന്റെ വചനത്തിനോട് അനുസരണക്കേട് കാട്ടരുത്. When Moses threw that stick, what was in his hand? മോശ തന്റെ കയ്യിലെ വടി ഉപയോഗിച്ചപ്പോൾ, when he met God in the burning bush, when he threw that stick on the unto God, അവൻ ദൈവമായിട്ടൊരു എൻകൗണ്ടർ നടന്നപ്പോൾ വടി അവൻ എറിഞ്ഞപ്പോൾ, it was his own stick. It was Moses' stick. അത് മോശയുടെ വടിയായിരുന്നു. But when he threw it, അവൻ അത് എറിഞ്ഞപ്പോൾ, and the Bible says that when he took God's stick. അവൻ അത് എറിഞ്ഞിട്ട് അവൻ അത് താഴെ ഇട്ടിട്ട് വീണ്ടും എടുത്തപ്പോൾ അത് വീണ്ടും മോശയുടെ വടിയായിരുന്നില്ല, അത് ദൈവത്തിന്റെ വടിയായി മാറുന്നു. That's why God is telling him, you have the stick, my stick, you just have to use it. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിന്റെ കയ്യിൽ വടിയുണ്ട്, നീ അത് ഉപയോഗിക്കുക. Don't keep crying unto me. നീ എന്നോട് നിലവിളിക്കരുത്. That's why we could see when Jesus was traveling along with the disciple and he was sleeping in the boat, the disciples cried unto Jesus. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ വലിയ കൊടുങ്കാറ്റടിഞ്ഞപ്പോൾ യേശു ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. യേശു ശിഷ്യന്മാരുടെ നിലവിളി കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് നിലവിളിക്കുന്നത്? He said, where is your faith? യേശു ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? You need to use your faith. You cannot keep crying unto me every time. നിങ്ങൾ എപ്പോഴും ദൈവത്തോട് നിലവിളിച്ചു കൊണ്ടിരിക്കാതെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കുവാൻ തയ്യാറാകണം. Here we find David, who did not have strength to carry the sword of King Saul. ഇവിടെ ദാവീദ് ശൗൽ രാജാവിന്റെ ആയുധങ്ങളുമായിട്ടല്ല പോകുന്നത്. He did not have strength to carry the King Saul's sword.
ആ രാജാവിന്റെ ആയുധങ്ങൾ എടുക്കുവാൻ പോലുമുള്ള ആരോഗ്യം അവനില്ലായിരുന്നു. But he took the Goliath sword and cut his head. എന്നാൽ അവൻ ഗോലിയാത്തിന്റെ വാളെടുത്ത് തന്നെയാണ് അവന്റെ തല മുറിച്ചത്. When we fight for God, God will give a supernatural strength. നമ്മൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ദൈവം തന്റെ പ്രകൃത്യാതീതമായ ശക്തി നമ്മളിലേക്ക് പകരുന്നു. Amen. In Luke chapter 15th verse 18th verse, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. here we find it's about the prodigal son who left father's house, and he came to his conscience, and he's saying, I will say to my father, I have sinned against heaven and before you. ഇവിടെ മുടിയനായ പുത്രന് സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഞാൻ അപ്പനോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. In fact, he's writing down all what he has to write in a book or a paper, and he's preparing himself to go and meet his father. അവൻ തന്റെ പിതാവിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതിന്, കണ്ടുമുട്ടുവാൻ പോകുന്നതിന് മുമ്പ് അവൻ ഒരു പേപ്പർ എടുത്ത് എന്തൊക്കെ എഴുതുകയാണ്. How many of you carry a book or dictionary when you go to speak to your daddy? നിങ്ങളുടെ പിതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഒരു പേപ്പറും ഡിക്ഷണറിയുമായിട്ട് പോകുന്നത്? We don't carry a paper, a book, or write down before we go and talk to your daddy, isn't it? നമ്മുടെ പിതാവിനോട് സംസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലും ഒരു ബുക്കും പേപ്പറും ഡിക്ഷണറിയും ഒന്നും എടുത്തുകൊണ്ട് പോകത്തില്ല. Because do you know why we used to see, like I said I'm from a mainline church. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഒരു പാരമ്പര്യ സഭയിൽ നിന്നാണ് വരുന്നത്. We used to carry prayer books when we go to church. നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളുമായിട്ടാണ് പോകുന്നത്, ക്രമങ്ങളുമായിട്ടാണ് പോകുന്നത്. We used to have many books, prayer books there to pray to God. അവിടെ പ്രാർത്ഥിക്കുവാൻ ഒരുപാട് പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ക്രമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. But the day when I knew Christ, a personal savior, എന്നാൽ ഞാൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ, I tore away all the prayer books. ആ പ്രാർത്ഥനാ പുസ്തകങ്ങളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു. Why did this boy wanted the prayer? Because he had broken the relationship with his father. ആ പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ ആവശ്യം വരുന്നത്. The only people who are carrying prayer book is people who have no relationship with God. ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമില്ലാത്തവർക്കാണ് ഇങ്ങനെ അച്ചടിക്കപ്പെട്ട പ്രാർത്ഥനാ പുസ്തകങ്ങളുടെ ആവശ്യം വരുന്നത്. These days I knew my God and I tore down everything. നമ്മൾ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം വലിച്ചെറിഞ്ഞു കളയുന്നു. 2 weeks back I had a wound on my neck. It was really painful. 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ കഴുത്തിൽ ഒരു മുറിവ് സംഭവിക്കും, അത് വളരെ വേദനാജനകമായിരുന്നു. And I was crying unto God, ask God, God have mercy on me. ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. So God answered to my prayer. ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. God said, you think I am so merciless God? ഞാൻ ഒരു ദയമില്ലാത്ത ദൈവമെന്നാണോ നീ ചിന്തിക്കുന്നത്? Then you are telling me have mercy on me. എന്നോട് കരുണ തോന്നണമേ എന്ന് നീ എന്തിനാണ് പറയുന്നത്? We always sing you are a merciful God, but we don't practice it in our practice life. നമ്മൾ എപ്പോഴും ദൈവം കരുണയുള്ളവനാണെന്ന് പറയുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പ്രാവർത്തികമായി ചിന്തിക്കാറില്ല. Every song what we sing, let us practice it in a day-to-day life. നമ്മൾ പാടുന്ന എല്ലാ പാട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. In John 14th chapter 27th verse, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. Here Jesus telling, I will give you peace. ഇവിടെ യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. But what is the peace the world is giving? എന്ത് സമാധാനമാണെന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം തരുന്നത്? The world will, when there's war taking place, there's a war taking place between two countries. പല രാജ്യങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. When the two countries it is at war, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലാകുമ്പോൾ, when this war is stopped, they said it's peace. ആ യുദ്ധം നിൽക്കുമ്പോൾ സമാധാനം ഉണ്ടായി എന്ന് നമ്മൾ പറയാറുണ്ട്. That is the peace of this world. അതാണ് ലോകത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. But Jesus telling, in the midst of the war I will give you peace.
എന്നാൽ യേശുവിന്റെ സമാധാനം എന്ന് പറയുന്നത് ആ യുദ്ധങ്ങളുടെ നടുവിലും നിങ്ങൾക്ക് സമാധാനമായിരിക്കുവാൻ You കഴിയും. might have all the situation around you problems, but you are at peace with Christ. നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നടക്കുമ്പോഴും നിങ്ങൾക്ക് ആ ക്രിസ്തുവിലുള്ള സമാധാനം അനുഭവിക്കുവാൻ കഴിയും. We are trusting God on a person, Jesus, not on the situation. നമ്മൾ സാഹചര്യങ്ങളെ അല്ല വിശ്വസിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനെയാണ്, യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. The 1 Corinthians 2nd chapter 7th verse. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. We speak the wisdom of God in the mystery, the hidden wisdom which God ordained before the ages of our glory. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനെ മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമാണ് നമ്മൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്. In Revelation 13th chapter 8 words we read. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. He was slain, the Lamb of God was slain before the foundation of the world. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പറ്റി ഇവിടെ കാണുന്നു. He was slain when there was no sin. പാപം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അവൻ അറുക്കപ്പെട്ടു. God is saying that it's hidden mystery, so that when God made provision for the glory of man before the creation. ലോകസ്ഥാപനത്തിന് മുമ്പ് കർത്താവ് ഇവിടെ പറയുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. Yeah, he has made a provision for the glory of man before the creation. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ഒരു വഴി കണ്ടുവച്ചിരിക്കുകയാണ്. First God created earth. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ Then he spoke the word, light came. ദൈവം സംസാരിക്കുകയും പ്രകാശം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. Again he spoke, the animal plants came. വീണ്ടും ദൈവം സംസാരിച്ചപ്പോൾ മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. And he created everything by word. എല്ലാം ദൈവം തന്റെ വാക്കുകൊണ്ടാണ് സൃഷ്ടിച്ചത്. When it came to man, he did not just speak the word, but he took the man from the dust of the earth and made man in his own image. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വാക്കുകൾ കൊണ്ടല്ല സൃഷ്ടിച്ചത്, തന്റെ കൈ കൊണ്ട് മണ്ണ് കുഴച്ച് തന്റെ ശ്വാസമൂതിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. He created them by his own hand. തന്റെ സ്വന്തം കൈ കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. Among all the creation, man was most precious. എല്ലാ സൃഷ്ടികളിലും വെച്ച് മനുഷ്യൻ വളരെ പ്രത്യേകതയുള്ളവനായിരുന്നു. God created everything required for man before creating man. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവൻ ആവശ്യമായ സകലത്തെയും സൃഷ്ടിച്ചു. God placed man in the garden of Eden. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. With all authority, glory, with all instruction to multiply and guard the garden. ദൈവം മനുഷ്യനെ ഏദനിലാക്കിയപ്പോൾ അവന് സകല മഹത്വത്തോടും സകല പ്രൊവിഷനുകളോടുമാണ് ദൈവം മനുഷ്യനെ ആക്കി വെച്ചത്. This man sinned and lost the glory. എന്നാൽ ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതാക്കി. Now when did God make the provision for the lost glory? Before the creation. എന്നാൽ ഇവിടെ വചനത്തിൽ പറയുന്നു ദൈവം ആ നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരികെ കൊണ്ടുവരുവാനുള്ള പ്രൊവിഷൻ ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ വെച്ചിരുന്നു. Before you and I go into any problems, God has already prepared a solution for you. നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പോം വഴിയും ദൈവം വെച്ചിരിക്കുകയാണ്. When we go to buy a car, it comes with all safety in features. നമ്മളൊരു കാർ വാങ്ങാൻ പോകുമ്പോൾ അതിനകത്ത് സകല വിധത്തിലുള്ള സേഫ്റ്റിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളുമുണ്ട്. Because it's manufactured that way. അതിനെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ആ രീതിക്കാണ്. When you take an house, there are so many safety features. നമ്മളൊരു വീട് വാങ്ങുമ്പോൾ അതിനകത്ത് ഒരുപാട് സുരക്ഷയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങളുണ്ട്. When we man can do all this to do what makes. ഇതെല്ലാം മാനുഷികമായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ why can't God make solution for man too? എന്തുകൊണ്ട് ദൈവത്തിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യുവാൻ കഴിയില്ല? Even when you look at your own body, നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ God has made you with so many safety features.
നമ്മളെ പല സുരക്ഷാ സജ്ജീകരണങ്ങളോടെയാണ് യേശു സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. That's why when you get into problems, we react. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ അകപ്പെടുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത്. But God acts because He has seen your end before it began. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളുടെ അവസാനം ആരംഭം മുതലേ കണ്ടുകൊണ്ടാണ്. In Genesis 21:19, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. when Hagar cried unto God for water, ഹാഗാർ ദൈവത്തോട് കുഞ്ഞിന് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ God had to just open her eyes, for God had already kept a well provision for her. ഓൾറെഡി ഹാഗാറിന് ആവശ്യമായിരിക്കുന്ന വെള്ളത്തെ ദൈവം ഒരുക്കിയിരുന്നു. എന്നാൽ ദൈവം ആ സമയത്ത് ചെയ്തത് പ്രൊവിഷൻ തുറക്കുകയല്ല, അവളുടെ കണ്ണ് തുറക്കുകയായിരുന്നു. When the sin came into Adam and Eve, ആദ്യ മനുഷ്യനിലേക്ക് പാപം കടന്നു വന്നപ്പോൾ, and God is telling to the woman, your seed will crush the head of the Satan. ദൈവം ഹവ്വയോട് പറയുകയാണ്, നിന്റെ സന്തതി പിശാചിന്റെ തലയെ തകർക്കും. That means your deliverance is going to come from your own body. അതിന്റെ അർത്ഥം നിന്റെ വിടുതൽ വരാൻ പോകുന്നത് നിന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയാണ്. If you are going through any problems in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, what may be your problem, there is a solution God has placed within that. നിങ്ങൾ അതിനകത്ത് തന്നെ ദൈവം അതിന്റെ സൊല്യൂഷനെയും പ്രശ്നത്തിന്റെ പരിഹാരത്തെയും വെച്ചിട്ടുണ്ട്. Put all your anxiety on Him and be free. നിങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളെയും നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വെച്ചിട്ട് നിങ്ങൾ സ്വതന്ത്രരാകുക. Before God could send you to this earth, ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് God has kept all the solution for every problem you are going to face. നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരവും ദൈവം ഓൾറെഡി കണ്ടിട്ടുണ്ട്. So don't be discouraged. He will not leave you or not forsaken you. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടരുത്. ദൈവം നിങ്ങളെ ഒരിക്കലും മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. When you and I have a choice to follow your parents' faith or to follow Christ, നമ്മുടെ മുൻപിൽ ഒരു ചോയ്സ് ഉണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ വഴിയെ പോകണമോ ദൈവത്തിന്റെ വഴിയെ പോകണമോ? we have left everything and we have followed Christ. നമ്മളെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചവരാണ്. It is a great challenge to follow Christ. ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാരുടെ വഴി വിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഈസി ആയിരിക്കത്തില്ല, ചലഞ്ചസ് ഉണ്ടായിരിക്കും. We must tell no to all the sins. നമ്മൾ സകല പാപങ്ങളോടും പാപങ്ങളെ ഉപേക്ഷിച്ച് നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. Maybe your parents, maybe your friends, maybe your pastor will not know what you are going through. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ പാസ്റ്റർക്കോ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കോ ചിലപ്പോൾ ഊഹമുണ്ടായിരിക്കുകയില്ല. Every sin what you are doing, devil he knows and he is accusing you before the Lord. നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നിമിത്തം പിശാച് നിങ്ങളുടെ ദൈവസന്നിധിയിൽ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. And we need to confess all your sins before our Lord Jesus Christ. എന്നാൽ കർത്താവായ യേശുവിന്റെ മുൻപിൽ നമ്മൾ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. Because before you and I die, we need to do that. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ അത് ചെയ്തിരിക്കണം. Otherwise you will rise up for the judgment. അല്ലെങ്കിൽ നിങ്ങൾ ന്യായവിധിക്കായി എഴുന്നേറ്റ് വരും. There's no excuse. We cannot come out of any excuse for this. നമ്മുടെ മരണശേഷം നമുക്ക് ദൈവസന്നിധിയിൽ യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസുകളും പറയുവാൻ കഴിയത്തില്ല. Let us close our eyes and commit our lives once again into the Lord Jesus. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. Heavenly Father, we thank you God for this blessed moment, oh Lord. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. Lord, you know our heart's desire, Lord. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അങ്ങ് അറിയുന്നു. Wherever we have fallen, where we have gone short of your glory, oh Lord. ഞങ്ങൾ എവിടെയൊക്കെ വീണിട്ടുണ്ടോ, ഞങ്ങൾ എവിടെയൊക്കെ അങ്ങയുടെ മഹത്വത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ, അതിനെല്ലാം അങ്ങ് അറിയുന്നു. Search our heart and help us to confess every area, Lord, that we found right before our God. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് എവിടെയൊക്കെ ഞങ്ങൾ കർത്താവേ നിരപ്പ് പ്രാപിക്കണോ അത് മുഴുവനും നിരപ്പ് പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. As Joshua walked in the sight of God, യോശുവ ദൈവത്തിന്റെ സന്നിധിയിൽ നടന്നതുപോലെ, he was very young, just 8 years old. അവൻ 8 വയസ്സുള്ള ഒരു കുഞ്ഞായിട്ടും ദൈവസന്നിധിയിൽ നടന്നതുപോലെ, let us search our heart where we need to correct ourselves, oh Lord.
നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശോധന ചെയ്ത് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. As a body of Christ of different function, we have different roles, and let be together united we will face Lord. ശരീരത്തിന്റെ പല അവയവങ്ങൾക്ക് പല പ്രവർത്തനങ്ങളുള്ളതുപോലെ ദൈവസഭയിൽ പല ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ഞങ്ങൾ പലതും അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Have your way upon our life, Lord. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഹിതം നിറവേറ്റണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ.